നമ്മളിപ്പോൾ ഇൻസ്റ്റ തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളുടെ ആഡ്സ് മാത്രമാണ് വരുന്നത്. അപ്പോൾ ഇത് കുറച്ച് ഓവർ റേറ്റഡ് ആയി പോയോ? അല്ല, അത് പറഞ്ഞ ശരിയാണ്. എന്ന് വെച്ചാൽ ഒരു 90% അല്ലെങ്കിൽ അതിൽ കൂടുതലും ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കേരളത്തിൽ ഈ പറഞ്ഞ പോലെ ഫോക്കസ് ചെയ്യുന്നത് വോളിയത്തിന് മാത്രമാണ്. സ്റ്റുഡൻസിൻ്റെ നമ്പർ കൂട്ടുക എന്നുള്ളത് മാത്രമാണ്. ക്വാളിറ്റി വളരെ കുറച്ച് മാത്രമേ അവർ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അതിനകത്ത് തന്നെ എത്ര ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റുഡൻറ്റ് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പഠിക്കാൻ പറ്റുന്നതല്ല എന്ന് പറയുന്നുണ്ട്. വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർ, ഏതെങ്കിലും സമയത്ത് കരിയർ ബ്രേക്കായി പോയവർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജീവിതത്തിൽ രക്ഷപ്പെടാതെ പോയവർ, പരീക്ഷ തോറ്റുപോയവർ, ഇങ്ങനെയുള്ളവരൊക്കെ പഠിക്കേണ്ട ഒരു ഫീൽഡാണ് എന്ന് ഇതിനെ വരുത്തി തീർത്തിട്ടുണ്ട്. കാരണം ഇത് പഠിക്കാനായിട്ട് ആളുകളുണ്ട്. ആ ഒരൊറ്റ കാരണം കൊണ്ട് അവരെല്ലാം ഈ പറഞ്ഞ പോലെ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ആവണം നിർബന്ധമില്ല. ഇൻട്രസ്റ്റ് വേണം, മാർക്കറ്റിനെ പറ്റി അറിയണം, നമ്മളുടെ ചുറ്റും കോമൺ സെൻസ്, അതായത് നമ്മുടെ ചുറ്റും എന്താ നടക്കുന്നത്. ജൂൺ ജൂലൈ മാസങ്ങളിൽ കേരളത്തിൽ മഴക്കാലാണെന്നെങ്കിലും തിരിച്ചറിയണം. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും ക്രെഡിബിലിറ്റി പോയി തുടങ്ങിയിട്ടുണ്ട്. പല സ്റ്റുഡൻസും ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ ചോദ്യം ചെയ്യുന്നുണ്ട്. ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കൊക്കെ ഈ പറഞ്ഞ പോലെ മാസീവായിട്ട് റീഫണ്ട് കൊടുക്കേണ്ടി വന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്.